ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ മുംബൈയിലെ കടൽപ്പാലത്തിനെ കുറിച്ചാണ്. മുംബൈയിലെ കൊളാബ ഹാർബറിലേക്ക് പോകുമ്പോഴാണ് ഈ പാലം വഴി യാത്ര ചെയ്തത്. തികച്ചും അദ്ഭുതമാണ് ഈ കടൽപ്പാലം. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അഥവാ അടൽ സേതു 21.8 കിലോമീറ്റർ 13.5 മൈൽ 6 വരിയിൽ നിർമ്മിച്ച കടൽപ്പാലം 2018 തുടങ്ങി 2024 നിർമ്മാണം പൂർത്തീകരിച്ച ഒരു കടൽപ്പാലമാണ് അടൽ സേതു. ഈ പോയിക്കൊണ്ടിരിക്കുന്നത് പനവേലിൽ നിന്നും അടൽ സേതുവിലേക്കുള്ള ഒരു എക്സിറ്റാണ്. ഇന്ത്യയിലെ ഒരു എൻജിനീയറിംഗ് വിസ്മയമാണ് ഈ അടൽ സേതു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് അടൽ സേതു. ലോകത്തിലെ 12ാമത്തെ നീളം കൂടിയ കടൽപ്പാലവും അടൽ സേതുവാണ്. മുംബൈയിലെ സേവറിയിൽ നിന്നും ആരംഭിച്ച് എലിഫൻ്റ് ദ്വീപിന് വടക്ക് താനെ ക്രീക്ക് മുറിച്ച് കടന്ന് നേവി മുംബൈയിലെ ഉറാൻ താലൂക്കിലെ നവഷൈക്കടുത്തുള്ള ചിർലയിൽ അവസാനിക്കുന്നു. കിഴക്ക് മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേ പടിഞ്ഞാറ് തീരദേശ റോഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് ഈ അടൽ സേതു. 2 അടിയന്തര എക്സിറ്റ് ലൈനുകൾ, 2 എഡ്ജ് സ്ട്രിപ്പുകൾ, സമാന്തര ക്രാഷ് ബാരിയറുകൾ, ഇരുവശത്തും ശബ്ദ ബാരിയറുകൾ എന്നിവയ്ക്ക് പുറമെ 27 മീറ്റർ വീതിയുള്ള 6 വരി ഹൈവേയാണിത്. ഈ പദ്ധതിക്ക് ആകെ 17,843 കോടി രൂപയാണ് നിർമ്മാണ ചെലവ് വന്നത്. പ്രതിദിനം 70,000 വാഹനങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഈ പാലത്തിനുണ്ട്. ഞങ്ങൾ പുലർച്ചെ 5:30 ഇതുവഴി പോകുന്നത്. മുംബൈ സിറ്റിയിൽ ഞങ്ങളെ വണ്ടി കാലത്ത് 9 മണിക്കുള്ളിൽ കടന്നു പോകണം. പിന്നെയുള്ള സമയം 11 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ്. അതിനുശേഷം രാത്രി 10 മുതൽ കാലത്ത് 9 മണി വരെയാണ് ചരക്ക് വാഹനങ്ങൾക്കുള്ള പ്രവേശനം. ഇതുവരെ പറഞ്ഞത് ഇതിൻ്റെ പ്രത്യേകതകളാണ്. ഇനി ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരാളെ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. തന്നെ ഏൽപ്പിച്ച ദൗത്യം വളരെ ഭംഗിയായി ചെയ്യുന്ന ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ശ്രീ നിതിൻ ജയറാം ഗഡ്കരി, അദ്ദേഹത്തിനൊരു ബിഗ് സല്യൂട്ട്. കാരണം അത്ര മനോഹരമായിട്ടാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്.